ഹലോ ഗെയ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ട്രാവൽ ബ്ലോഗുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ ട്രിവാൻഡ്രം വരെയൊക്കെ വെറുതെ ഒന്ന് കറങ്ങാൻ പോയതാണ്. ഞാനും എൻ്റെ ഫ്രണ്ടുമായിട്ട് ട്രെയിനാണ് പോയത്. വെറുതെ വീട്ടിലിരിക്കുകയല്ലേ, അങ്ങനെ നേരെ നമ്മൾ ചെന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. അവിടെ ചെന്നപ്പോഴത്തേക്കും തിരക്ക് കൊണ്ട് ഭയങ്കര ക്യൂ. അത് കാരണം അകത്തോട്ടൊന്നും കയറാൻ പറ്റിയില്ല. ഇന്ന് പോരാൻ പറ്റാത്ത രീതിയിൽ തിരക്കായിരുന്നു. 10 മണിയായിട്ടും നല്ല തിരക്ക്. പിന്നെ ജസ്റ്റ് അവിടെ നടന്ന് കുറേ ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് നേരെ നമ്മൾ സൂ കാണാമെന്നും പറഞ്ഞ് വന്നേ. അപ്പോഴത്തേക്ക് എന്തുവാ, സൂവിൽ നിന്ന് അവധിയായിപ്പോയി. സൂവും മ്യൂസിയം എല്ലാം അടവാം. പിന്നെ ഞങ്ങൾ ചായയും കടിയൊക്കെ കുടിച്ചു. അതിനുശേഷം അവിടെ കനകക്കുന്ന് കൊട്ടാരത്തിൽ ഫ്ലവർ ഷോ നടക്കുന്നെന്ന് പറഞ്ഞ് അങ്ങനെ നേരെ ഞങ്ങൾ അങ്ങോട്ട് പോയി. പാസ്സൊക്കെ എടുത്ത് അകത്ത് കയറി. എന്നുവെച്ചാൽ അകത്ത് ഓരോ ഡെക്കറേഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. നോക്കിയേ, ന്യൂ ഇയറും ക്രിസ്മസൊക്കെ പ്രമാണിച്ചായിരിക്കും. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഫ്ലവറോ അതിനപ്പുറം എന്നുവെച്ചാൽ നല്ല വെറൈറ്റി ഫ്ലവേഴ്സ് ഒക്കെ. ഏതാണ്ട് ജമന്തി പൂക്കളാണ്, നല്ല പല പല കളറിൽ. എന്ത് ഭംഗിയായിരുന്നു കാണാമെന്നറിയാം. അങ്ങനെ കുട്ടികളൊക്കെ അത് നോക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ട്. കുട്ടികളെ എന്ന് വെച്ചാൽ പൂവൊന്നും നമ്മൾ പിച്ചരുതല്ല, അതിന് വേണ്ടിയിട്ട് പിള്ളേരെ ഏർപ്പാട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. പിന്നെ വെയിലാണെങ്കിൽ നല്ല വെയിൽ കാരണം ഒരു രക്ഷയില്ല. പിന്നെ ഞങ്ങൾ കുറേ ഉണ്ടായിരുന്നു ചുറ്റിക്കറങ്ങാൻ. ഔട്ട്ഡോറും ഇൻഡോറും ഒക്കെ ഒത്തിരി പ്ലാന്റുകൾ, പിന്നെ ഫ്ലവർ വെച്ച് ഓരോ ഡെക്കറേഷനുകൾ എല്ലാം ഉണ്ടായിരുന്നു. അതിൽ വ്യത്യസ്തമായിട്ട് കണ്ട ഒരു ഡെക്കറേഷൻ ഞാൻ കണ്ട്. എന്ന് വെച്ചാൽ ഈ അരയന്നവും സീബ്ര മാനിനെയൊക്കെ ഫ്ലവർ വെച്ച് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പോൾ വെക്കേഷൻ ടൈമല്ലേ, നമുക്ക് വെറുതെ വീട്ടിൽ ഇരുന്ന് ബോറടിക്കുമ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു അവസരമാണിത്. ഇത് 4-ാം തീയതി വരെ ഉണ്ട് ഫ്ലവർ ഷോ. എന്നുവെച്ചാൽ വെറൈറ്റി എന്ന് വെച്ചാൽ നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത വെറൈറ്റി ഫ്ലവേഴ്സ് വരെ ഉണ്ടായിരുന്നു. വെയിൽ കൊണ്ട് ഞങ്ങൾ വലഞ്ഞൊരു പരുവമായി. അപ്പോഴത്തേക്കാണ് ഒരു ഐസ്ക്രീം കുടിക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച്. അങ്ങനെ കൊട്ടാരത്തിനകത്ത് ഫ്ലവർ ഷോ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ചോദിച്ചാൽ അതും കൂടെ കയറി കാണാമെന്ന്. എന്ന് വെച്ചാൽ ഫ്ലവർ ഷോ ആയിട്ടല്ല, ഈ ഓരോ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നു ഫ്ലവർ വെച്ച്, ഓരോ വെറൈറ്റി ഡെക്കറേഷനൊക്കെ. പിന്നെ ഞങ്ങൾ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എല്ലാം ഒന്നും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. വെറുതെ ബോറാക്കണ്ടല്ലോ വീഡിയോസ്, കുറച്ചൊക്കെ. പിന്നെ എന്താ, വർഷങ്ങൾ പഴക്കമുള്ള കുറേ ചെടികൾ, പ്ലാന്റുകൾ, ഇപ്പം 40-60 വർഷമുള്ള പ്ലാന്റുകളാണിത്. അതിനകത്തൊരു ഈ പുളിയാണെങ്കിൽ 40 വർഷം പഴക്കമുള്ള. പിന്നെ വേറെയൊക്കെ ഓരോ വൃക്ഷങ്ങൾ 60 വർഷമുള്ളതുണ്ട്. ഇത് നമ്മൾ അകത്ത് കയറിയ ഒരു കാഴ്ചയാണിത്. ഈ ഫ്ലവർ വെച്ചുള്ള ഓരോ ഡെക്കറേഷനൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഓരോ രീതിയിലാണ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. എന്നുവെച്ചാൽ ഒരുപാട് ഉണ്ടായിരുന്നു. ഞാൻ എല്ലാത്തിൻ്റെയും ഒന്നും വീഡിയോസൊന്നും ഇതിനകത്ത് ആഡ് ചെയ്തില്ല. പിന്നെ ആണെങ്കിൽ ഞങ്ങൾ നേരെ ലുലു മാളിലോട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്കാണെങ്കിൽ അവിടെയും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ക്രിസ്മസിൻ്റെ പരിപാടി പ്രോഗ്രാമൊക്കെ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഓരോ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ അവിടെയൊക്കെ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ പിള്ളേരുടെ ആ ഒരു ഗെയിമിൻ്റെ ഭാഗത്തോട്ടാണ് ചെന്നത്. അവിടെ ആണെങ്കിൽ വെറൈറ്റി അല്ലേ, പിള്ളേർ ഓരോന്നൊക്കെ എൻജോയ് ചെയ്യുന്ന കാണുമ്പോഴത്തേക്ക് രസമാണ്. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത്. എന്ന് വെച്ചാൽ പിള്ളേരെയും കൊണ്ട് എന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് ഇവിടെ. എന്ന് വെച്ചാൽ വെറൈറ്റി അവർ കളിക്കുന്ന കാണുമ്പം തന്നെ നമുക്കൂടെ കയറിയിരുന്ന് കളിച്ചാൽ എന്തൊന്ന് തോന്നും. ആ രീതിയിലുള്ള ഓരോ ഗെയിമുകളും എല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ വെക്കേഷനായിട്ട് നിങ്ങളുടെയൊക്കെ പ്രോഗ്രാമൊക്കെ എന്താണ്? ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. ഓക്കെ.